മാസങ്ങൾ നീണ്ട ഭരണപ്രതിപക്ഷാംഗങ്ങളുടെ കൊമ്പുകോർക്കലിനും സഭകളിലെ മണിക്കൂറുകൾ നീണ്ട വാഗ്വാദത്തിനുമൊടുവിൽ വഖഫ് ഭേദഗതി ബിൽ നിയമമാവുന്നു. ഇസ്ലാം മതവിശ്വാസപ്രകാരം മതപരമോ ആത്മീയപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾ ദൈവത്തിന് സമർപ്പിച്ച സ്വത്തുക്കളെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഇത്തരത്തിൽ 32 വഖഫ് ബോർഡുകളും ഏകദേശം 1 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന 8.72 ലക്ഷം സ്വത്തുക്കൾ വഖഫിന്റെ കീഴിലുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മുസ്ലിം ആരാധനാലയങ്ങളും അനാഥാലയങ്ങളും ഖബറിടങ്ങളും ദർഗകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ അടങ്ങുന്ന ഈ രാജ്യത്തെ ഭൂമിയുടെ പൂർണ്ണാവകാശവും നടത്തിപ്പും വഖഫ് ബോർഡിനായിരുന്നു. അങ്ങനെയിരിക്കെയാണ് 2024 ഓഗസ്റ്റിൽ മോദി സർക്കാർ വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. പിന്നീട് ഇത് BJP MP ജഗദംബിക പാൽ അധ്യക്ഷയായ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏതാണ്ട് 1913 മുതൽ ദ മുസ്ലിം മാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന നിയമം കൊണ്ടുവന്നു. 1923 വഖഫ് മാനേജ്മെന്റിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി മുസൽമാൻ വഖഫ് ആക്ടും അവർ കൊണ്ടുവന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും വഖഫ് നിയമങ്ങൾ തുടർന്നു. 1954 ദ സെൻട്രൽ വഖഫ് ആക്ട് എന്ന നിയമം നിലവിൽ വരികയും ചെയ്തു. 1954-95 തുടങ്ങി 2013ലെയും ഭേദഗതികൾക്കൊടുവിൽ 2025 വഖഫ് ഭേദഗതി ബിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടുകൂടി നിയമം രാജ്യത്ത് നിലവിൽ വരുന്നു. 14 ഭേദഗതികളാണ് പുതുക്കിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി വഖഫ് നിയമം കൂടുതൽ സുതാര്യമാവുകയാണ്. അനധികൃത ചെയ്തികൾക്ക് കൂച്ചുവിലങ്ങിടുന്നു. രാജ്യത്തെ മുഴുവൻ വഖഫ് സ്വത്തുക്കളും സെൻട്രൽ ഡാറ്റാബേസിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പുതിയ നിയമം പറയുന്നു. ഡാറ്റാബേസിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വഖഫ് സ്വത്തുക്ക തർക്കവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ. വഖഫ് ട്രിബ്യൂണലിൽ ജില്ലാ ജഡ്ജി, ജോയിന്റ് ജഡ്ജി തലത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരാകും അംഗങ്ങൾ. ആദിവാസി ഭൂമി വഖഫ് ആക്കാൻ പാടില്ല. വിവിധ നിയമങ്ങളിലൂടെ ചരിത്ര സ്മാരകങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ട മന്ദിരങ്ങൾ വഖഫ് സ്വത്താക്കാൻ പാടില്ല. 22 അംഗ കേന്ദ്ര വഖഫ് കൌൺസിലും 11 അംഗ സംസ്ഥാന വഖഫ് ബോർഡുകളിലും മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങളെ ഉൾപ്പെടുത്തണം. കൂടാതെ ഒരു വസ്തു വഖഫ് സ്വത്താണോ സർക്കാരിന്റെ സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കളക്ടറേക്കാൾ മുതിർന്ന ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെ നിക്ഷിപ്തമാക്കി. വഖഫ് സ്വത്താണോ സർക്കാരിന്റെ സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ വഖഫ് കമ്മീഷണർക്ക് അധികാരം നൽകിയത് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നാക്കി. വഖഫ് നിയമം ആർക്കൊക്കെ ബാധകമാകും എന്ന് നോക്കാം. ചുരുങ്ങിയത് 5 വർഷമായി ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ വഖഫ് ബാധകമാകൂ. ഇസ്ലാം മത വിശ്വാസപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് തെളിയിക്കണം.